ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിന്ന് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മാങ്ങ, എല്ലാവർക്കും അറിയുന്ന ഒരു മാങ്ങ, ബംഗനപ്പള്ളി. ആന്ധ്രയുടെ ബംഗനപ്പള്ളിയെ പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളത്. ജെ ടാഗൊക്കെ ഉള്ള ഒരു മാങ്ങയാണ് ബംഗനപ്പള്ളി. നല്ല സ്ട്രോങ് സ്മെല്ലുണ്ട്. ബംഗനപ്പള്ളി ഇവിടെ ബദാമി മാങ്ങ എന്നുള്ള പേരിലാണ് യുഎയിലൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ കിട്ടുന്ന ബംഗനപ്പള്ളി പൊതുവെ നല്ല രീതിയിലുള്ള ഒരു ചുണക്കുത്ത് ഉള്ള മാങ്ങയാണ്. ഇതുവരെ ഞാൻ ഇവിടുന്ന് ബംഗനപ്പള്ളി മേടിച്ചിട്ട് ഹാപ്പി അല്ല. ബംഗനപ്പള്ളി ഇതിപ്പം ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ബംഗനപ്പള്ളിയാണ്, അല്ലെ ബദാമി എന്ന് പറയും. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇത് വന്നു തുടങ്ങും. നല്ല സൈസുള്ളത്. ഞാൻ ഒരുപാട് മൂത്തതും ഇളയതും ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഈ ചുനക്കുത്ത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നാട്ടിലും അത് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ബംഗനപ്പള്ളിയും ബദാമിനെ കുറിച്ചും പറയാം. ഇത് രണ്ടും മാങ്ങ കേട്ടോ. ബദാമി എന്നിട്ട് കർണാടക സ്റ്റേറ്റിൽ ഒരു മാങ്ങയുണ്ട്. നമ്മുടെ അൽഫോൺസ മാങ്ങയുടെ ഒക്കെ ഏകദേശം സാമ്യമുള്ള ഏകദേശം ആ ഒരു സൈസുള്ള ഒരു മാങ്ങ. അൽഫോൺസയുടെ ഫ്ലേവർ അല്ലാന്നാണ് നമ്മുടെ കഴിച്ച സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എടുത്തിട്ട് വരെ അത് നാവ് പൊള്ളണം. ഓക്കെ, നാവിൽ നമ്മൾ അണ്ടിക്കറുണ്ടല്ലോ, നമ്മൾ കശുവണ്ടി, അതിൻ്റെ ചോന വരെ അതുപോലെ ഇതുണ്ട്. മൂപ്പെത്താത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. മൂപ്പെത്തി കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി, ഇത് സത്യത്തിൽ ഇതല്ല ബദാമി. ഞാൻ പറഞ്ഞല്ലോ, കർണാടകയിൽ അൽഫോൺസയുടെ ഒക്കെ ഏകദേശം ആ സൈസുള്ള ഒരു മാങ്ങയുണ്ട്. അൽഫോൺസയുടെ ഫ്ലേവർ അല്ല എന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വേൾഡ് മാംഗോ ബുക്കിലൊക്കെ ചില പോസ്റ്റ് കണ്ടിട്ട് കർണാടകയിൽ വളരുന്ന അൽഫോൺസയ്ക്ക് ബദാമി എന്ന് പറയുന്നുണ്ടെന്നും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ബദാമി മാങ്ങ ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ അല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഈ മാങ്ങ കഴിയുന്നതും ഇവിടുന്ന് മേടിക്കാതിരിക്കുക. എനിക്ക് നാട്ടിലെ സ്ഥിതി എന്താറില്ല, നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. പലരും പറഞ്ഞു നല്ല പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി നന്നായിട്ട് ഇറക്കി ചെത്തിയിട്ടുണ്ടെങ്കിൽ കഴിക്കാന്ന് പറഞ്ഞു. ഇത് മധുരമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കഴിക്കാന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇത്രത്തോളം ചെത്തിയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെയാണ് കണ്ടോ, നല്ല കനത്തിൽ തൊലി ചെത്തിയിട്ട് വേണം ഇത് കഴിക്കാൻ. ഈ തൊലിയിൽ നിന്ന് നമ്മളിങ്ങനെ അടർത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല രീതിയിൽ ആ ചുരക്കുത്തുണ്ട്. ഇതിനെ വീണ്ടും ഒന്നും കൂടി കെട്ടെ. അപ്പം പീലർ എടുത്തിട്ട് തൊലി ചെത്തിയിട്ട് കഴിക്കാൻ ശ്രമിക്കാം. ഇവിടുത്തെ ബംഗനപ്പള്ളി പോരാ, അതാണ് എൻ്റെ അഭിപ്രായം.